കോഴിക്കോട് മാറാട് ഭജനമഠത്തിൽ തീപിടിച്ച സംഭവത്തിൽ ഫോറൻസിക് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. ഇന്നലെ വൈകിട്ടാണ് ഭജനമഠത്തിൽ തീപിടിച്ചത്. പ്രദേശവാസികളാണ് തീയണച്ചത്. മാസങ്ങൾക്ക് മുൻപ് ഭജനമഠത്തിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ പരിശോധന ഡോഗ് സ്ക്വാഡ് അടക്കമാണ്, ഫോറൻസിക് വിദഗ്ധരടക്കമാണ് പരിശോധന നടത്തിയത്. തുടർ നടപടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. KP, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കോഴിക്കോട് മാറാട് ഭാഗത്തുള്ള അയ്യപ്പ ഭജന മഠത്തിൽ തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തത്തിൽ അകത്തുണ്ടായിരുന്ന വിഗ്രഹവും അതുപോലെ തന്നെ തിടമ്പും വിളക്കുമെല്ലാം തന്നെ പാടെ കത്തി നശിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവ സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്ന ഭക്തജനങ്ങളും ആ പ്രദേശവാസികളും ചേർന്നാണ് തീ അണയ്ക്കാനുള്ള ശ്രമമടക്കം ചെയ്തിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവാസികളും ഭക്തരും ഉന്നയിക്കുന്ന ഒരു പ്രധാന കാരണം, നേരത്തെ ഈ ഭജന മഠത്തിൽ ഏകപക്ഷീയമായി ഒരു അക്രമം ഉണ്ടായിരുന്നു. മാനസിക രോഗിയായിട്ടുള്ള പ്രദേശവാസി തന്നെയായിട്ടുള്ള നവാസ് എന്ന് പറയുന്ന വ്യക്തി ഈ ഭജനമഠത്ത് കയറുകയും അവിടെ ഉള്ള വസ്തുക്കൾ അടിച്ചു തകർക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അന്നത് വലിയ വാർത്തയാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇയാളെ പിന്നീട് പോലീസ് പിടിക്കുകയും ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ 3 ദിവസമായി പ്രദേശത്ത് ഇയാൾ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാറാട് പോലീസിൽ പരാതി പറയുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസിന് ഇയാളെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ദുരൂഹത ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും അടക്കമുള്ള ആളുകൾ വന്ന് പരിശോധന നടത്തിയത്. അല്പം മുമ്പായിരുന്നു ഈ പരിശോധന നടത്തിയിരിക്കുന്നത്. സ്ഥലത്ത് നിന്ന് ഇതിനാവശ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ വസ്തുക്കളും വിവരങ്ങളും മറ്റുമൊക്കെ ശേഖരിച്ചാണ് ഫോറൻസിക് സംഘം മടങ്ങിയത്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഫോറൻസിക് വിദഗ്ധർ ഈ വിവരം റിപ്പോർട്ട് പുറത്തു വരും എന്നാണ് പറയുന്നത്. അനഘ, ഇവിടെ സ്വാഭാവികമായി വരുന്ന സംശയം, അനഘ പറഞ്ഞതുപോലെ തന്നെ നവാസ് എന്ന വ്യക്തിയാണ് നേരത്തെ ഈ ഭജനമഠത്തിന് തീയിട്ടത്. എന്നാൽ ഇപ്പോൾ ഇതേ സംഭവം, ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കുമ്പോൾ മറ്റാരെങ്കിലും ഈ ഒരു സാഹചര്യം മുതലെടുക്കുകയാണ്, സാമൂഹ്യ വിരുദ്ധരടക്കം ചില വർഗീയ ശക്തികളടക്കം ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള സംശയവും വിമർശനവും തന്നെയാണോ ശക്തമാകുന്നത്? അത്തരത്തിൽ പ്രതിഷേധവും ഉയരുകയാണോ? തീർച്ചയായും KP, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മാറാട് പോലൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ആ സ്ഥലത്ത് നിരന്തരം തുടർച്ചയായി ഒരു അയ്യപ്പ ഭജന മഠത്തിൽ ഇത്തരത്തിൽ ഒരു അതിക്രമം അല്ലെങ്കിൽ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണ് ഈ പ്രദേശവാസികൾ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ നേരത്തെ ആക്രമിക്കപ്പെട്ട അതേ ഭജന മഠത്തിൽ വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. വിഗ്രഹങ്ങളും വിളക്കുകളും തിടമ്പടക്കം കത്തി നശിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഈ വൈകുന്നേരങ്ങളിൽ ഈ ഭജന മഠത്തിൽ വിളക്ക് തെളിയിക്കാറുണ്ട്. അതിനുശേഷം ആ വിളക്ക് അണഞ്ഞ ശേഷം മാത്രമാണ് ഈ ഭജനമഠവുമായി ബന്ധപ്പെട്ട അധികൃതർ അവിടെ നിന്ന് പോകാറുള്ളൂ. കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെ വിളക്കിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ തീ അതാകാനുള്ളൊരു സാധ്യത ഇല്ല എന്നാണ് ചിലർ പറയുന്നത്. പക്ഷെ അപ്പോൾ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വിശദീകരണം, ഒരു കാരണവശാലും ഇത് കഴിഞ്ഞ തവണ ആക്രമിച്ച അതേ പ്രതി, അതായത് നവാസ് തന്നെയാണ് ഈ ഭജനമഠത്തിന് തീയിട്ടത് എന്ന് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. അതിന് ഉതകുന്ന ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ ആശങ്കയ്ക്കും ദുരൂഹതയ്ക്കും ഒന്നും വകയില്ല. ഇതിനൊക്കെ തന്നെ കൃത്യമായ ഒരു ഉത്തരം വരണമെങ്കിൽ അത് ഫോറൻസിക് പരിശോധനാ ഫലം വരണം. മറ്റെന്തെങ്കിലും പുറത്തു നിന്നുള്ള ഒരു വസ്തു ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ തീപിടുത്തം അല്ലെങ്കിൽ തീ കത്തിയത് എങ്കിൽ അത് കൃത്യമായി തന്നെ ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ പുറത്തു വരും. അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രമായിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ അന്വേഷണവും മറ്റു തലങ്ങളിലേക്കൊക്കെ തന്നെ BJPയും ഹിന്ദു ഐക്യവേദിയും അടക്കം കടക്കുക എന്നുകൂടി സൂചിപ്പിക്കുകയാണ് KP. യെസ്, കോഴിക്കോട് നിന്നും അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.